ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കപ്പ കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളിതിന് പൂളാന്നാട്ടോ കൂടുതലായിട്ടും പറയാം. മരച്ചീനി, കൊള്ളിക്കിഴങ്ങ്, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണല്ലേ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു കപ്പയുടെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്ത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 വിസിൽ വന്ന സമയത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടെ വെച്ചപ്പോഴാട്ടോ കപ്പ നല്ലപോലെ വെന്ത് കിട്ടിയത്. ആവിയൊക്കെ പോയി അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഉടഞ്ഞു വരുന്ന കപ്പയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് 2 പച്ചമുളക് അരിഞ്ഞതും ചെറിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. പച്ചമുളകും ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ആ ഒരു കപ്പയില്ലേ അത് ചേർത്തിട്ട് നല്ല പോലെ മസാലയ്ക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുത്ത് വന്നാൽ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്കിത് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാൻ ഉണ്ടാക്കിയത് 1/2 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കടലമാവും, കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും, ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കട്ടിയിൽ കലക്കിയെടുക്കുക. നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ബാറ്റർ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ഒരു ബാറ്ററിലാണ് കേട്ടോ നമ്മളിത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു കോട്ടിങ് മാത്രം ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഉൾഭാഗമൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തതാണല്ലോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.